ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് കടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 18 ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന. പൃഥ്വിരാജിന്റെ ലാൻഡ് റോവറും ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ വാഹനവും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും എന്നതാണ് പുതുതായി വരുന്ന വിവരം. നിതിൻ അംബുജൻ, റാഫി കരീം, ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റാഫി കരീം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ദുൽഖർ സൽമാന്റെ ഇളംകുളത്തുള്ള വീടിന്റെ മുന്നിൽ നിന്നാണ്. റാഫി, ഇവിടെ കസ്റ്റംസ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അവിടെ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞോ? എന്താണ് കസ്റ്റംസിന്റെ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണ സംഘം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ? റാഫി, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? അജിക്ക് ഈ ദുൽഖർ സൽമാന്റെ ഇളംകുളത്തുള്ള വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കസ്റ്റംസ് സംഘം ഈ വീട്ടിലെത്തി പരിശോധന നിലവിൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി, അതായത് ഓപ്പറേഷൻ നിംകൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്ന രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായുള്ള പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ പ്രധാനമായും കസ്റ്റംസിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുൽഖർ സൽമാന്റെ പക്കലുള്ള വിന്റേജ് വാഹനമായ നിസാൻ പെട്രോൾ, ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാട് ദുൽഖറിൻ്റെതായി പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ കയ്യിലുള്ള അതും ഒരു വിന്റേജ് വാഹനമാണ്. വിന്റേജ് വാഹനമായ ലാൻഡ് റോവർ വാഹനം, ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനമാണ്. ആ വാഹനവുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് പൃഥ്വിരാജിന്റെയും നടക്കുന്നത്. എന്നാൽ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖർ സൽമാന്റെ ഈ വീട്ടിൽ കൂടാതെ ദുൽഖറിന്റെ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടി മുൻപ് ഉപയോഗിച്ചിരുന്ന ഒരു വീടുണ്ട്. അവിടെയുള്ള ഒരു വാഹന ഗ്യാരേജ് ഉണ്ട് ദുൽഖർ സൽമാന്. ആ വാഹന ഗ്യാരേജിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ ഭൂട്ടാനിൽ നിന്നും നേപ്പാൾ ബോർഡർ വഴി വാഹനം ഇങ്ങോട്ട് എത്തിക്കുന്നത് പ്രധാനമായും വിന്റേജ് വാഹനങ്ങളാണ്. അതായത് ഇന്ത്യയിലില്ലാത്ത വിദേശ രാജ്യങ്ങളിലുള്ള വിന്റേജ് വാഹനങ്ങൾ, അത് വലിയ വില കൊടുത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇത്തരം വാഹനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചെറിയ വിലയ്ക്ക് സ്വന്തമാക്കുന്നു. പിന്നീട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് എത്തിക്കുന്നു. ഭൂട്ടാൻ നേപ്പാൾ ബോർഡർ വഴി കസ്റ്റംസ് തീരുവ നൽകാതെ, കൃത്യമായ നികുതി നൽകാതെ കടത്തിക്കൊണ്ടുവരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വാഹനങ്ങൾ കള്ളക്കടത്ത് രീതിയിലാണ് ഈ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. റോഡ് മാർഗം കണ്ടെയ്നറുകളിലാക്കി ഈ വാഹനങ്ങൾ ഇന്ത്യയിലെത്തിക്കുന്നു. പിന്നീട് ഇന്ത്യയിൽ എത്തിച്ചതിന് ശേഷം ഈ വാഹനങ്ങൾ റീസ്റ്റോറേഷൻ നടത്തുന്നു. കാരണം പുതുമോഡിയിലേക്ക് ഈ വാഹനങ്ങൾ മാറ്റുന്നു. പഴയ വാഹനങ്ങൾ ചെറിയ സ്ക്രാപ്പ് വിലയ്ക്കോ മറ്റോ ലേലം ചെയ്തായിരിക്കും ഈ ഭൂട്ടാനിൽ എത്തിക്കുക. ഭൂട്ടാനിൽ നിന്ന് റോഡ് മാർഗം കസ്റ്റംസ് തിരുവെല്ലാം നൽകാതെ വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചതിന് ശേഷം അവർക്ക് വേണ്ടത്ര രീതിയിൽ, ഈ സെലിബ്രിറ്റികൾക്ക് വേണ്ട രീതിയിൽ ആ വാഹനത്തെ മോഡിഫിക്കേഷൻ വരുത്തുന്നു. വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്നു. ഇതാണ് രീതി. നിസാൻ പെട്രോൾ വാഹനവും ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ കയ്യിലുള്ള ഡിഫൻഡർ വാഹനവും ഇതെല്ലാം തന്നെ 90കളിലെ വാഹനങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.